നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പം ആകാശ് എന്ന് പറഞ്ഞ ഒരാളെ തലകറങ്ങി വീണ് ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നോ? കാഷ്വാലിറ്റി ഉണ്ടാവും. കാഷ്വാലിറ്റി എവിടെയാ? ഇവിടുന്ന് പോയിട്ട് റൈറ്റ്. താങ്ക് യു. ഈ ആകാശ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ കാഷ്വാലിറ്റിയിലാ. കാഷ്വാലിറ്റി ഇവിടെ നേരെ പോയിട്ട് റൈറ്റിലേക്ക് പോയാൽ മതി. അങ്ങോട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് വക സ്ഥലത്ത് വേസ്റ്റ് ക്ലിയർ ചെയ്യുന്ന സൂപ്പർവിഷന് പോയതാ. പ്ലാസ്റ്റിക്കിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പുക ശ്വസിച്ച് തലകറങ്ങി വീണതാ. ഓഫീസിലേക്ക് കോള് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മാഡം ഡോക്ടറെ കണ്ടിരുന്നോ? ഇല്ല, ചെക്കപ്പ് നടക്കുന്നതേ ഉള്ളൂ. ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല. മാത്രം ദൈവം എന്തിനെങ്ങനെ ശിക്ഷിക്കുന്നേ? ചാരു, ആകാശിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നീ വിഷമിക്കണ്ട. പിന്നെ ചാരു ഇങ്ങ വന്നേ, വാ. ചാരു, കരയാതെ ചാരു. ചാരു പറഞ്ഞതുപോലെ ദൈവമല്ല ആകാശിനെ ശിക്ഷിച്ചത്, ചീഫ് എഞ്ചിനീയർ മേഡവാ. ചേച്ചി എന്താ പറഞ്ഞ? അതെ ചാരു, ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങള് പുറത്തു പറയാൻ പാടില്ലെന്നാ. പക്ഷേ എന്റെ മനസാക്ഷി അതിന് അനുവദിക്കുന്നില്ല. ആകാശിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ശ്രേയ മേഡമാ. സാറെ പുറത്ത് വെയിറ്റ് ചെയ്യേ, ഡോക്ടർ വന്നു. ആകാശിനോട് എന്താ അവർക്ക് ഇത്ര ദേഷ്യമെന്ന് എനിക്കറിയില്ല. എന്തോ മുൻവൈരാഗ്യമുള്ള പോലെ ആകാശിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്നു. പക്ഷെ എന്നോട് അക്കുച്ചേട്ടൻ പറഞ്ഞത് അങ്ങനെയല്ല. ഓഫീസിൽ എല്ലാവർക്കും ജോലി കൂടുതലുണ്ടെന്നാ. അത്
ചാരു വിഷമിക്കാതിരിക്കാൻ ആകാശ് ചാരുവിനോട് നുണ പറഞ്ഞതാ. ഒരു ഹയർ ഓഫീസർ തന്റെ സ്റ്റാഫിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടില്ല ചാരു. ശ്രേയ മാഡം സ്ട്രിക്റ്റാ, പക്ഷേ അതവരുടെ നേച്ചറാണെന്ന് വിചാരിക്കാം. എന്നുവെച്ച് മറ്റു സ്റ്റാഫുകളോട് അങ്ങനല്ല, ആകാശിനോട് മാത്രമേ ഉള്ളൂ. ആകാശ് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നത് ശ്രേയ മാഡത്തിന് ഇഷ്ടമല്ല. വീട്ടിൽ പോലും ആകാശിനെ ശ്രേയ മാഡം സമാധാനത്തോടെ ഇരുത്താറില്ലല്ലോ. പാവം ആകാശ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവര് പറയുന്നതെല്ലാം അനുസരിക്കും. വേസ്റ്റ് ക്ലിയർ ചെയ്യുന്നിടത്ത് ആകാശിനെ സൂപ്പർവേഷന് വിട്ടത് തന്നെ മനഃപൂർവ്വം. അതുകൊണ്ട് ആകാശ് തലകറങ്ങി വീണത്. ഓഫീസിൽ എല്ലാവരും സംസാരിക്കുന്നത് ആകാശിന്റെ കാര്യമാണ്. ശ്രേയാമ്മയുടെ ഉള്ളിടത്തോളം ആകാശിന് സമാധാനത്തോടെ ജോലിയെടുക്കാൻ സമ്മതിക്കില്ല ചാരു. ഈ പ്രശ്നം എങ്ങനെ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ചാരു. പക്ഷെ എനിക്കറിയാം ചേച്ചി, ഇത് ഞാൻ അവസാനിപ്പിച്ചോളാം. ഇപ്പൊ തന്നെ എനിക്ക് ആ ചീഫ് എഞ്ചിനീയറെ കാണണം. ചാരു, പ്രശ്നം ഉണ്ടാക്കരുത്. അത് ബാധിക്കുന്നത് ആകാശിനെ ആയിരിക്കും. പ്രശ്നം ഉണ്ടാക്കാനല്ല ചേച്ചി, അത് അവസാനിപ്പിക്കാനാണ് ഞാൻ പോകുന്നത്. ചേച്ചി ഇവിടെ ആരോടൊന്നും പറയണ്ട, ഞാൻ പോയിട്ട് വരാം. ശരി ചാരു. ചീഫ് എഞ്ചിനീയർ എവിടെ ഇരിക്കുന്നേ? അപ്പുറത്താ. മാഡം 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 എന്താ മാഡം? എനിക്ക് ചീഫ് എഞ്ചിനീയറെ ഒന്ന് കാണണം. മാഡം ഒരു മിനിറ്റ്, ചീഫ് എഞ്ചിനീയർ മാഡത്തോട് ഞാൻ സംസാരിച്ച് പെർമിഷൻ ചോദിച്ചിട്ട് പറയാം. മാഡം വെയിറ്റ് ചെയ്യും. മാഡം, ആകാശ് സാറിന്റെ വൈഫ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കാണാനോ? അതെ മാഡം. അവരെന്തിനാ എന്നെ കാണുന്നത്? അറിയില്ല മാഡം. എനിക്കിപ്പോ ആരെയും കാണണ്ട മുരുക, താൻ ചെല്ല്. ശരി മാഡം.